എന്താ അത് മൂളും എന്ന് പറഞ്ഞ് മൂളുക. മൂളടാ മൂളടാ മൈക്കൽ മൂളു നീ. മൂളുണ്ട് കേക്കണടാ. ഇത് രണ്ട് ഇങ്ങനെ ഇങ്ങനെ നെക്കി കൊടുക്കുമ്പോ നല്ല മൂളണുണ്ട്. ഒമ്മ ഹെവി ഹെവി എന്താണ് പതിയെ സൈഡിൽ കല്ലിൽ വിട്ടാന്ന് വലിക്കണേ. കല്ലിൽ വിട്ടാന്ന് വലിക്കണേ. വന്നു പോലെ കൊമ്പൻ. അടിച്ചടാ മീന. ചരിച്ചുടി. വിറക്കണണ്ടാ. വളയെന്ന് വെച്ചാൽ വലിയ കൂരിയാണെന്ന് തോന്നണത്. ഹായ് എല്ലാവരും തന്റെ കേപ്പേതാ? തന്റെ കേപ്പേതാ? എന്റെ ബെൻസ് ആണ്. അപ്പൊ ഓക്കെ. അപ്പൊ കേസ് നമ്മൾ ഫിഷിംഗ് തുടങ്ങാൻ പോകണേ. നമ്മള് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ അരുക്കുറ്റി ചൗക്ക. അപ്പൊ നമ്മള് ഇന്ന് സ്നേക് ഹെഡിന് അടിക്കാൻ വേണ്ടിട്ടാണ്. സ്നേക് ഹെഡല്ല, എന്താണ് ക്യാറ്റ് ഫിഷ് എന്ന കൂരി, വെള്ളക്കൂരി, അതുപോലെ തന്നെ നമ്മുടെ കട്ട്ല, ചെമ്പല്ലി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. വറ്റ അങ്ങനെ അതൊക്കെയുള്ള സംഭവമാണ്. അപ്പൊ ഈ ഒരു ഊന്നിയൊക്കെ കാണുന്നതിന്റെ ഒരു സ്പോട്ടാണ്. ഏറ്റവും കയറിക്കൊണ്ടിരിക്കുന്നത്. നല്ലോണം അത്യാവശ്യം വെള്ളം കയറിയിട്ടുണ്ട്. അപ്പൊ ഞാനും കുഞ്ഞും കൂടിയാണ് ഫിഷിങ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മള് ഇത് ഏതായിരുന്നു ചിക്കൊക്കെ പേരൊക്കെ മറന്നു കേട്ടോ. കുറെ നാളായിട്ട് ഉപയോഗിക്കാറില്ലാത്തതാണ്. കാപ്ലാൻഡ് 9 ഫീറ്റ് ലൈറ്റ് വെയിറ്റ് സ്റ്റിക്കാണ്. വളരെ നാരോയാണ്. അതുപോലെ തന്നെ നമ്മുടെ ടോലും വന്ന് തോന്നുന്നു. നല്ല അടിപൊളി വലിയ ഹുക്കാണ് കേട്ടോ. അത്യാവശ്യം വലിയ കാർബൺ ഹുക്കൊക്കെ ഇട്ടേക്കുന്നത് നമ്മള്. അപ്പൊ അതിട്ടിട്ടായിരുന്നു നമ്മൾ ഫിഷിങ് ചെയ്യുന്നത്. നമ്മൾ ഒരു ലീഡർ സെറ്റ് ലൈനൊക്കെ ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഷിമാനോ ഫ്ലെക്സ് 4000 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതേപോലെ ഈ ബ്രൈഡ് കസാൻ ക്ലാസിക് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ബ്രൈഡാണ്. 45 mm. ഞാൻ സ്ലിംഗ് ഷൂട്ടിന് ഉപയോഗിക്കുന്നത് തന്നെ വേണം 45 LB. കാരണം ഇത് ഇച്ചിരി നല്ല ക്ലാസ് ആയിട്ടുള്ള ബ്രൈഡാണ്. നല്ല പെട്ടെന്ന് പൊട്ടിപ്പോകാത്ത രീതിയിലുള്ള നല്ല അടിപൊളി ബ്രൈഡാണ്. അത് കാരണം നമ്മൾ ഇതാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഫിഷർമാൻ ഞാനല്ല, കുഞ്ഞുമാണ് ഫിഷർമാൻ. അപ്പൊ എന്താ കുഞ്ഞു? അപ്പൊ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് മീൻ പിടിക്കാൻ പോണത്. കുഞ്ഞു ഇതുവരെ തവളേനൊക്കെ മാത്രം ചൂണ്ടിട്ട് പിടിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് മീൻ അടിക്കാൻ പോണത്. അപ്പൊ മീൻ എന്തെങ്കിലും കിട്ടുമെന്ന് അറിയില്ല. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണം അല്ലേ? ഓക്കെ. അപ്പൊ ഓക്കെ, തന്റെ ക്യാപ്പ് എടുത്തു. ഓക്കെ, ക്യാപ്പ് വെച്ചു. ഓക്കെ, ഗുഡ്. അപ്പതേ ഞാൻ നമ്മുടെ ബെൻസിന്റെ ക്യാപ്പ് എടുക്കുവാണ്. ഓക്കെ. അപ്പതേ നമ്മൾ ഫിഷിങ് തുടങ്ങാൻ പോകട്ടെ. വെയിലൊക്കെ ചാറിയിട്ടുണ്ട്. അത്യാവശ്യം വൈകുന്നേരം ടൈമാണ്. വലിയ കുഴപ്പമില്ല. എന്നാലും നമുക്ക് കൊണ്ടുവന്നിരിക്കുന്ന തീറ്റ എന്ന് പറഞ്ഞാൽ കോഴിക്കുടലാണ് കേട്ടോ. കോഴിക്കുടൽ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളത് കുറച്ചെടുത്തിട്ടില്ല കേട്ടോ. അത്യാവശ്യം ഒരു 2-3 മീനെ പിടിക്കാന്നുള്ള രീതിയിൽ. മീൻ എങ്ങനെ കൊത്തെന്നറിയില്ല. ഏറ്റത്തിന് സാധാരണ നന്നായിട്ട് കൊത്തുള്ളതാണ് ഇവിടെ. അപ്പൊ എന്തായാലും താഴെ വെച്ചിട്ട് നമ്മൾ ഇതില് ഒരു ലീഡർ ലൈനൊക്കെ കെട്ടിയിട്ട് അതിനകത്ത് ഹുക്കൊക്കെ സെറ്റ് ചെയ്ത് ഈ ഹുക്ക് കെട്ടിയേക്കണതും മറ്റേ നമ്മുടെ ഫ്ലൂറോ കാർബണിന്റെ ലൈനാണ് കേട്ടോ. പിന്നെ ഒരു ഈയക്കട്ട ഇട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഈയക്കട്ടാണ്. ഇതിലേക്ക് ഞാൻ കെട്ടിയെടുത്താണ്. അപ്പൊ എന്തായാലും നമ്മൾ ഫിഷിങ്ങിലേക്ക് കിടക്കുവാണ്. ഇതാണ് സ്പോട്ട്. ഇവിടെയൊക്കെ വലയാണ്. എന്നാലും നമുക്ക് ഈ ഏകദേശം ഇവിടെയൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാം. ഓക്കെ. അതെ കുറച്ച് പേര് ഇങ്ങനെ വെള്ളത്തിൽ പോകുന്നുണ്ട് കേട്ടോ. നല്ല സ്റ്റൈലുണ്ട് കാണാൻ. ഏകദേശം വൈകിട്ടാതെ കാരണം ഇങ്ങോട്ടാണ് മുഖത്തെ കാറ്റടിക്കുന്നത്. ഇങ്ങോട്ടാണ്. അപ്പോൾ നമ്മുടെ കോഴിക്കുടൽ സെറ്റാക്കി വെച്ചേക്കാണ് ഇവിടെ. ദൈവമേ, ഇനി കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ കത്രിക എടുത്തിട്ടുണ്ട്. അപ്പോൾ കത്രിക വെച്ച് കട്ട് ചെയ്താൽ മതി. ഒരു പീസ് ഇത് തന്നെ രണ്ടാക്കാം. നമുക്ക് അധികം വലിയ പീസ് വേണ്ട. ഇവന്മാർ കൊത്തി ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കും. ഇത് ചെറിയ പീസാകുമ്പോൾ ഒറ്റ കൊത്തിനെ തന്നെ അവന്മാരുടെ അടുത്ത് വിഴുങ്ങി നല്ല അടിപൊളിയായിരിക്കും. ഇത് മറ്റേ ചെമ്മീൻ കോർക്കണ പോലെ തന്നെ അല്ലേ, നല്ല വട്ടത്തിൽ തന്നെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ കൊളുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലതായിട്ട് അടുത്ത പീസും കൂടെ കോർക്കുവാണ്. എന്നാലും ഇവിടെ താഴെ തന്നെ നമുക്ക് കൈ കഴുകാം കേട്ടോ. നല്ല താഴത്ത് കലിങ്കിൻ്റെ വറ്റയിലാണെങ്കിൽ നമുക്ക് താഴേലേക്ക് ഇറങ്ങി കൈ കഴുകാം. എന്തായാലും ഞാൻ ഒന്ന് കൈ കഴുകിയിട്ട് വരാം കേട്ടോ. എന്നിട്ട് കാസ്റ്റ് ചെയ്യാം നമുക്ക്. നല്ല ഉപ്പായിരിക്കും വെള്ളത്തിന്. കൈയൊക്കെ കഴുകുന്നുണ്ട്. ഇവിടെ പഴയ വല മാറ്റിയത് കുറേ ഒട്ടക്ക് വലകൾ ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. നടുക്കോട്ട് കാണാൻ ചാൻസ് ഇല്ല, അരികിൽ മാത്രമേ കാണുള്ളൂ. എന്തായാലും നമുക്ക് ഒന്ന് കാസ്റ്റ് ചെയ്യാൻ പോകും. ഞാൻ കാസ്റ്റ് ചെയ്തതിന് ശേഷം കുഞ്ഞുവിൻ്റെ കയ്യിലേക്കാണ് ഞാൻ തരാൻ പോണ. കുഞ്ഞു ആയിരിക്കും ഫിഷർമാൻ ഇന്നത്തെ മടലിൻ്റെ അടിയിൽ ഉടക്കിട്ടെ. ഇവിടെ ഒരു ഞണ്ട് ചത്തുണങ്ങി കിടക്കണം കേട്ടോ. ഓക്കെ, ഞാൻ കാസ്റ്റ് ചെയ്യാൻ പോവാം കേട്ടോ. ഓക്കെ, എറിയാൻ പോണേ. ഞാൻ അധികം ലോങ് എറിയണില്ല. പിടിച്ചോ അവിടെ നിൽക്കേ. സ്റ്റിക്കിൽ പിടിച്ചിട്ട് ലൈൻ ടൈറ്റ് ചെയ്ത് പിടിക്കണേ. ലൂസാകരുത് ലൈൻ. ഇതിൽ ഇങ്ങനെ പിടിക്കണം കൈ.
അങ്ങനെ ഓടിപ്പിടിച്ച എന്നാലേ കൊത്തണത് അറിയുള്ളൂ കേട്ടാ. അപ്പൊ സ്റ്റിക്കിൽ എനിക്ക് അറിയാൻ പറ്റും കൊത്തുമ്പോ നോക്കി നിന്നോളാം കേട്ടാ. ഹുക്കപ്പിങ് ആയിരിക്കണം, കറക്റ്റ് ആയിരിക്കണം. ഒഴുകിപ്പോ നല്ല ഒഴുക്കണ്ട, കുത്തൊഴുക്കല്ലേ, അതിങ്ങനെ പൊങ്ങി നിൽക്കും. പക്ഷെ ഇല്ലേ സ്റ്റിക്കിനകത്ത് വരും, കൊത്തു വരുവേ, നോക്കി നോണം. സ്റ്റിക്കിന്റെ അറ്റത്തി നോക്കട്ടെ, കൊത്തണുണ്ടല്ലോ. കിടക്കിടക്കിട അത് കൊത്ത് വലിക്കുമ്പോ ഹുക്കപ്പ് കൊടുത്തോളാം. ഞാൻ പറയുന്നില്ല, താൻ വലിക്കുമ്പോ ഹുക്കപ്പ് കൊടുത്തോളാം. ഇങ്ങോട്ട് കൊത്തുമ്പോ തന്നെ അടിച്ചോളാം ഹുക്കപ്പ് പൊക്കത്തേക്ക്. നല്ല കൊത്ത് കൊത്തുമ്പോ ഹുക്കപ്പ് കൊടുത്തോളാം കേട്ടാ. ബ്രൈഡ് വിടണ്ട, ബ്രൈഡ് വിട്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. ബ്രൈഡ് വിട്ടതാണെങ്കിൽ കയ്യിൽ നിന്ന് ബ്രൈഡ് വിട്ടു. കൊത്തുമ്പോ ഹുക്കപ്പ് കൊടുത്താൽ മതി കേട്ടാ. നോക്കിയെന്നു ശ്രദ്ധ ഉണ്ടാകണം ചൂണ്ടയില്, വർത്താനം പറഞ്ഞിരിക്കരുത്. മീൻ കൊത്തുമ്പോ ശ്രദ്ധിച്ചിരുന്നാലേ കൊത്തണണ്ട. ശ്രദ്ധിച്ചിരുന്നു. കൊട് ഹുക്കപ്പെട്. പോയത് താൻ അത് വെറുതെ നോക്കി നിന്നിട്ട് കാര്യമില്ല. ചുറ്റിയിട് താഴെ മുട്ടാണ്ട് ചുറ്റിയിട്. എന്താ മീനുണ്ടാ? ചുറ്റിയിട് ചുറ്റി. എന്താണ് ഉടക്കിയാ? ഉണ്ട് മീനുണ്ട്, ഉടക്കിയും ചെയ്തവിടെ മീനുണ്ട്. മീനുണ്ട്. ഇതേണ്ട മീൻ കൊത്ര വലിക്കണേ കാണാ. കണ്ടാ സ്റ്റിക്ക് വലിക്കണണ്ട കണ്ടാ. ആദ്യത്തെ തന്നെ കുഞ്ഞിന് മീൻ കിട്ടും, പക്ഷെ അത് പൊട്ടി പോവാന്നറിയാൻ പാടില്ല. നല്ല എന്തോ സാധനത്തിൽ ഉടക്കി വലയുണ്ടെന്ന് ആദ്യം തന്നെ പറയും കൂടെ ചെയ്ത. മീനുണ്ട്. ഇതേണ്ട സ്റ്റിക്കിങ്ങനെ പിടിക്കുമ്പോ വലിക്കണണ്ട കേട്ടോ. കണ്ടാ സ്റ്റിക്കിന്റെ അറ്റം കണ്ടാ. ഹുക്കപ്പ് കൊടുത്തത് കറക്റ്റ് ആയിരുന്നു. പക്ഷെ ഉണ്ടല്ല മീനെ അടിച്ചത് എന്തോ സാധനത്തിലെ കൊണ്ട് ഉടക്കിയിട്ടുണ്ട്. അത് അഴിച്ചതാ. അതെ വാലി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ. എന്റെ ദൈവമേ, അയ്യോ മീനുണ്ട് കേട്ടാ. മീനുണ്ട്. പോന്ന് ചുറ്റ അത് നോമ്പ് വെക്കിപ്പോ അറിയ. എന്താ ഭയങ്കര വെയിറ്റ് ഉണ്ട്. ചുറ്റിയെടുക്കാം. താൻ ചുറ്റിക്ക് വന്ന എന്നാ ഞാൻ ഇവിടെ വരുമ്പോ എടുക്കാം. നല്ല വെയിറ്റ് ഉണ്ട്. മീനുണ്ട്. കുഞ്ഞു തന്നെ അടിച്ച് ഹുക്കപ്പ് ചെയ്തിട്ടാണ് മീനാണ് കേട്ടോ. എന്നാലും കുഞ്ഞു തന്നെ ഡ്രൈവ് ചെയ്യാൻ കൊടുത്തേക്കോ. ഞാൻ നല്ല വെയിറ്റ് ഉണ്ട്. എന്ത് സാധനം ഉടക്കിയിട്ടുണ്ട്. ഒമ്പോ ഹെവി എന്ത് സാധനം. പതിയെ സൈഡിൽ കല്ലിൽ വിട്ടാന്ന് വലിക്കണേ. വലിയ മീനാ? അതെ എന്ത് സാധനം ഉടക്കിയിട്ടുണ്ട്. പോടാ എന്നെ അങ്ങക്ക് എരയില്ലാത്തത്. എര തിന്നാൻ മഞ്ഞ്. കല്ലിൽ മുട്ടരുത്, പതുക്കെ എടുക്കണേ. അവനിങ്ങനെ അറിയണ ഞാൻ എടുക്കാം. കല്ലിൽ മുട്ടിക്കുന്ന പൊട്ടിപ്പോകും ബ്രൈഡ്. ചുറ്റി മീനുണ്ട്. വന്നു പോനെ കൊമ്പൻ. ഏടാ തുണിയിലായിരുന്നു ഉടക്കി വെച്ചത്. ഇത് കണ്ട ഈ സാധനത്തിന് ഉടക്കി വെച്ചത്. പക്ഷെ നമ്മുടെ മീൻ കിട്ടി കേട്ടോ. കുഞ്ഞുന്റെ ആദ്യത്തെ മീൻ, ആദ്യത്തെ ഹുക്കപ്പിൽ തന്നെ ആദ്യത്തെ മീൻ. അടിപൊളി. വലിക്കല്ലേ അവിടെ മേലേക്ക് കയറ്റി വെച്ചല്ലേ, വലയിലേക്ക് വീഴും. ചുറ്റല്ലേ. ഇവിടെ കൊളുത്ത് തുകർത്തിൽ ഉടക്കിയതായിരുന്നു കേട്ടാ. അയ്യോ, ഒറ്റക്കൈ കൊണ്ട് കൊളുത്ത് ഊരിയെടുക്കണ ഇച്ചിരി റിസ്ക് ആണ്. ഗൈസ് ഇത് ഊരിയെടുക്കാൻ ഇച്ചിരി പാടാ. അവിടെ നിൽക്കേ, രണ്ട് കൈ കൊണ്ട് പിടിക്കാണ്ട് അഴിക്കാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ അതെ കുഞ്ഞു ചുറ്റിക്കോ, കുറച്ചുകൂടെ ചുറ്റിക്കോ. മതി. അന്ന് മതി. വാ. അങ്ങനെ നമുക്കൊരു ചുണ്ടൻകുരി അല്ലെ, മുക്കൻകുരി എന്ന് പറയും. മുക്കൻകുരി തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ ചുണ്ട് കണ്ടേ ഇങ്ങനെ വാവട്ടം ഇങ്ങനെ റൗണ്ട് ചെയ്തിരിക്കും. ചുണ്ടൻകുരിയുടെ എന്ന് പറയുമ്പോൾ ശരിക്കും കൂർത്തായിരിക്കട്ടെ ഇരിക്കുന്നത് ചുണ്ട്. സൈസ് രണ്ടും ഒരേപോലെയൊക്കെ തന്നെ ആയിരിക്കും. മീനിന്റെ കളറും കാര്യങ്ങളൊക്കെ എല്ലാം ഒരേപോലെ ആയിരിക്കും. പക്ഷെ ടേസ്റ്റിനും വ്യത്യാസം ഉണ്ടാവും രണ്ട് മീനും തമ്മിൽ. അപ്പൊ ഇത് മുക്കൻകുരി. വെള്ളക്കുരി എന്ന് പറയുന്നത് നമ്മുടെ ക്യാറ്റ് ഫിഷിൽ പെട്ട സംഭവമാണ് കേട്ടോ. ഇതെല്ലാം അടിപൊളി. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചൂണ്ടിട്ട് ഫിഷർമാനാണ് ഈ നിൽക്കുന്നത്. ഗൈസ് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് ഇട്ടിട്ട്? ശരിക്കും പറഞ്ഞ ആദ്യമായിട്ടാണ് കുഞ്ഞു ഇത്ര നാൾക്കിടയിൽ നമ്മൾ ചൂണ്ടിടാൻ പോയിട്ട് തവളേനെ മാത്രമേ പിടിച്ചിട്ടുള്ളൂ. ഇന്ന് ആദ്യത്തെ മീനാണ് കുഞ്ഞിന്റെ. ഫസ്റ്റ് ക്യാറ്റ് ഫിഷിനെ തന്നെ. കുഞ്ഞിന് ഭയങ്കര ഇഷ്ടപ്പെട്ട മീനാണ് ക്യാറ്റ് ഫിഷ്. അപ്പൊ എന്നാലും ക്യാറ്റ് ഫിഷിനെ തന്നെ ഫസ്റ്റ് കിട്ടി അല്ലേ. സ്റ്റിക്ക് അവിടെ കുത്തി വെച്ചേ. നല്ല അടിപൊളി ഒരു കൂരിയാണ്. പക്ഷെ നമുക്ക് ഇതിന്റെ മുള്ളൊടിച്ചിട്ട് വേണം എടുക്കാണ്ട്. കാരണം ഡേഞ്ചറാണ് ഇച്ചിരി. അപ്പൊ നമുക്ക് രണ്ട് സൈഡെല്ലാം മുള്ളും ഒടിക്കാം. മുതുകിലെ മുള്ളോട്ട് ഒടിച്ചു കളയാം. അത്രയും കണ്ട് എടുത്തിട്ട് വരും. സ്റ്റിക്കിൽ തട്ടാണ്ട് എടുത്തിട്ട് വരും.
ആ കത്രിക കൊണ്ട് ലോഡിങ് ഇത് കണ്ട. ഈ കത്രിക ഉണ്ടെങ്കിൽ ഇത് കണ്ട മുള്ളു ഇങ്ങനെ പടക്കട്ടങ്ങോട്ടൊക്കെ പറഞ്ഞ് കട്ട് ചെയ്ത് വെക്കാം. നമ്മുടെ ലോഡ് കത്രികയാണ് അത് കാരണം കണ്ട ഈസി ആയിട്ട് കട്ടായിക്കും. കണ്ട ഇനി വീട്ടിൽ ചെന്ന് നമുക്ക് സെറ്റപ്പ് ആക്കാം കേട്ടാ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുണ്ടിയിൽ നിന്ന് ഇതിൻ്റെ ഹുക്ക് ഊരിയിട്ടില്ല. അപ്പം അതെ ഇവന് നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ തീറ്റ ഫുള്ളായിട്ട് പോയിട്ടില്ല കേട്ടോ. ഇനി ഇരിപ്പുണ്ട് കുറച്ചുകൂടെ തീറ്റ. നമുക്ക് വേറെ തീറ്റ കൊടുത്ത് അടുത്തത് ഇടാം. ഓക്കെ. അപ്പോൾ അതെ നമ്മൾക്ക് ആദ്യത്തെ മീനെ കിട്ടിയതിന് ശേഷം രണ്ടാമത്തെ മീനെ പിടിക്കാൻ ഇതെടുക്കുമ്പോൾ നമ്മൾ ഗ്ലൗസ് ഇടുന്നില്ല കേട്ടോ. കൈ കഴുകാൻ മതിയല്ലോ. നമുക്കിവിടെ വെള്ളമുള്ള കാരണം കൈ കഴുകാൻ പറ്റും. പക്ഷെ നമ്മൾ മീനെ ഊരുമ്പോൾ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗ്ലൗസ് എടുത്തിരിക്കുന്നത്. അതെ എന്തായാലും ആദ്യത്തെ ഷൂട്ട് തന്നെ കുഞ്ഞിന് മീൻ കിട്ടിയിട്ടുണ്ട്. കാരണം ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ഹുക്കപ്പ് കൊടുക്കാനായിട്ട് പറഞ്ഞപ്പോൾ തന്നെ കുഞ്ഞ് കറക്റ്റ് ടൈമിന് കൊടുത്തത് കൊണ്ട് മീൻ മിസ്സായില്ല. കറക്റ്റ് ടൈമിന് മീൻ കൊത്തി അത് നമുക്ക് കിട്ടി. അങ്ങനെ ഇപ്പം രണ്ടാമത്തെ മീനെ പിടിക്കാൻ വേണ്ടി കുഞ്ഞു തന്നെ ഇടാൻ പോവുകയാണ്. ഞാൻ എന്തായാലും കാസ്റ്റ് ചെയ്തിട്ട് ഞാൻ കുഞ്ഞിനെ അങ്ങോട്ട് തരും. അപ്പോൾ കുഞ്ഞു തന്നെ സ്റ്റിക്കിൽ പിടിക്കുക. അപ്പം എന്തായാലും ഞാനോർത്തേ ഒട്ടക്കിപ്പം ഞാനോർത്തേ പോരാൻ പാടാന്ന് ഓർത്ത്. പിന്നെ വെയിറ്റ് അച്ചവിടെ നിന്ന് ആദ്യം വലിച്ചപ്പോഴേ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. കുഞ്ഞിന് വലിച്ച് റിഡ്രൈവ് ചെയ്ത് കയറ്റാൻ പറ്റുമോ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അച്ഛ ആദ്യം ഇച്ചിരി ചുറ്റി കഴിഞ്ഞപ്പോഴേ ആ ചെളിയുടെ അടിയിൽ നിന്ന് താന്ന് പോകുന്ന ഇങ്ങോട്ട് ക്യാമറ പിടിക്കുക. ചെളിയുടെ അടിയിൽ നിന്ന് താന്ന് കഴിഞ്ഞിട്ടേ താന്ന് കിടന്നു വെച്ചാൽ ആ പ്ലാസ്റ്റിക് ആ തുണി പൊങ്ങി ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞപ്പോൾ അത്രയും വെയിറ്റ് കുറഞ്ഞു. ചെളി പിടിച്ചിരിക്കുമല്ലോ. ചെളിയൊക്കെ കൂടി ഉള്ളപ്പോഴാണ് നല്ല വെയിറ്റ്. അപ്പോൾ ചെളി ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞപ്പോൾ വെയിറ്റ് കുറഞ്ഞപ്പോഴാണ് അച്ഛൻ അങ്ങോട്ട് തന്നത്. അപ്പൊ അതേപോലെ തന്നെ ഇനിയും ഹുക്കപ്പ് കൊടുക്കണം. ഞാൻ പറയില്ല, നോക്കണം. തനിക്ക് അറിയാൻ പറ്റുള്ളൂ. ഇതിന് പിടിക്കുമ്പോ കൊത്തണതൊക്കെ തനിക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ കൊത്തനൊക്കെ കണ്ടിട്ട് താൻ തന്നെ അതേപോലെ കൊത്തിക്കിട്ട് പറഞ്ഞ് ഇങ്ങനെ വലിക്കുമ്പോ തന്നെ കൊടുത്തോളാം പണി കേട്ടാ. അപ്പൊ അതേ അടുത്ത വെള്ളം പോന്നു. അടുത്ത വെള്ളം പോണതിന്റെ പുറകെ നമ്മൾ അടുത്ത കാസ്റ്റിംഗ് കൊടുക്കാൻ പോവാ കേട്ടാ. എന്തായാലും കലക്കം പരിപാടിയായിരുന്നു. കുഞ്ഞുവിന് ഫസ്റ്റ് ഇട്ടപ്പോ തന്നെ ഫസ്റ്റ് വന്ന് ഇട്ട് പെട്ടെന്ന് തന്നെ മീൻ കിട്ടി. ആ കുറച്ചു നേരം 2-3 കൊത്ത് കൊത്തിയല്ലേ അതിനെ തന്നെ മീൻ അടിച്ചില്ലേ. ഓക്കെ. അപ്പൊ അതേപോലെ മനസ്സിലായില്ല ഇപ്പൊ. അപ്പൊ നമ്മുടെ ക്യാറ്റ് ഫിഷ് കൊത്തണത് അങ്ങനെ ആയിരിക്കും. ഇങ്ങനെ കുത്തി ഒരു വലിയ അങ്ങോട്ട് വലിക്കുമ്പോ അടിച്ചേക്കണം അപ്പൊ തന്നെ കേട്ടാ. അപ്പൊ അടുത്ത കാസ്റ്റ് ചെയ്ത് തരട്ടെ. ഓക്കെ. ദൂരത്ത് വേണ്ട അധികം, നമുക്കത് ഇത്ര ഇട്ടാൽ മതി. അധികം വലിയ ദൂരമൊന്നും പോകണ്ട. അധികം ദൂരം പോകണ്ട. എന്തിനാ അധികം ദൂരം പോകണ്ട. ഇത് ഒഴുക്കുണ്ട്, നല്ല ഒഴുക്ക. ഇനി ഞാൻ പറയില്ല, അടുത്തത് നോക്കിയിരുന്നോളാം. ഞാനത് സ്റ്റിക്ക് കണ്ട കാരണമാണ് ഹുക്കപ്പ് കൊടുക്കാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ഇപ്പുറത്ത് കയറിയിട്ടുണ്ട്. അപ്പൊ അടുത്തടിക്കുമ്പോ കൊടുത്തോണം. ഇച്ചിരി ലോങ് എറിഞ്ഞിട്ടുണ്ട് ഇവിടെ. ആ നടുക്ക് വലുത് നീപ്പുണ്ട്. ആ വലുതിനെ പിടിക്കാൻ ഞാൻ ആ ഊന്നിക്കുറ്റി പാടില്ലേ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം മീൻ അടിക്കും. എവിടെ? ആ അത് രണ്ട നീർക്കാക്ക ഇവിടെ കൊത്തണണ്ടാ നടുക്ക്. ഇതിപ്പോ ലൈൻ കുറവാണ് ഇതിനകത്ത്. ആ അല്ലെങ്കിൽ എറിഞ്ഞപ്പോ ആ അടിച്ചടാ മീൻ. അടിച്ചടാ വലുതാണെന്ന് തോന്നണ കേട്ടാ. വലിയ സ്റ്റിക്കറിന് കാണിക്കണ കണ്ടാ എങ്ങനെയുണ്ട് സ്റ്റിക്കിന്റെ ആക്ഷൻ കണ്ട. അവൻ കിടക്കുവാണ് അതിനകത്ത്. ഹുക്കപ്പായിട്ടുണ്ട് കേട്ടാ. ഇപ്പൊ ഇവിടെ വരും ലാൻഡിങ്. ഇവിടെ നോക്കിക്കോ. ഇപ്പൊ പൊങ്ങി വരും. അവനുണ്ട് ഒരെണ്ണം ഉണ്ട്. മേളിലാണോ താഴെയിലാണോന്ന് അറിയില്ല. നോക്കിക്കേ. ഇല്ല ഇവിടെ അധികത്തേക്ക് വന്നപ്പോ അടിയിലേക്ക് പിടിക്കണത്. ഇത് വലുതാണെന്ന് തോന്നണല്ലോ. ഇല്ലേ ചെറുതാ. താൻ പിടിച്ചത്ര തന്നെ ഉള്ളല്ലോ. ആടാ മഞ്ഞക്കൂരി. അടിപൊളി മോനെ. ഇതാണ് സാധനം. മഴക്കൂരി മഞ്ഞ. ഇത് കണ്ട കരിങ്കൂരി മഞ്ഞക്കൂരി എന്നൊക്കെ പറയും. നമ്മളെ കുട്ടനാട് ഏരിയയിലൊക്കെ കാണുന്ന മഞ്ഞക്കൂരി അല്ല. ഞങ്ങളിവിടെ മഞ്ഞക്കൂരി എന്ന് പറയുന്നതും അത്യാവശ്യം ഡിമാൻഡുള്ള കൂരിയാണിത് അല്ലേ. ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനമാണ് മഞ്ഞക്കൂരി എന്ന് പറയുന്നത്. ഇവിടെ അതെ കാണിച്ചു കൊടുത്ത് ഇതേ കിടന്ന് ചാടിക്കഴിഞ്ഞിട്ട് കയ്യിട്ട് മുള്ളുള്ളൂ. ഇതിന്റെ മുള്ളെന്ന് വെച്ചാൽ ഭയങ്കര ഹാർഡാണ്. മറ്റവന്റെ മുള്ളു പോലെയല്ല. കയ്യിൽ കയറിയ ഊരാൻ പറ്റിയല്ല. ഇത്ര ഹാർഡ് മുള്ളാണ് ഇതിന്റെ. മഞ്ഞക്കൂരിനെ പിടിക്കാനാണ്. അവിടെ മഞ്ഞക്കൂരി ഉണ്ടായിരുന്നു, ഞാൻ പിടിച്ചു. ഇനി ഉണ്ടാവൂല അവിടെ. ഈ മഞ്ഞക്കൂരിയാണ് ഇങ്ങനെ ചെറുതായിട്ട് ഓരോ കൊത്തൂല്ല. ഒറ്റ കൊത്ത്. അങ്ങനെ കൊത്തുന്നത് മഞ്ഞക്കൂരിയാണ്. മറ്റവൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊത്തി നല്ല സ്ട്രൈക്ക്, നല്ല വലിക്കും. ക്യാമറ നേരെ പിടിക്കും. ക്യാമറ വലയിടത്തോട്ടും പോരുത്. വേണ്ട. പിന്നെ ഗ്ലൗസ് ഇട്ട് പിടിച്ചാലേ ഉള്ളത് നിൽക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ ഗ്ലൗസ് ഇട്ട് പിടിക്കുന്നത്. കണ്ടാ അത് മൂളും എന്ന് പറഞ്ഞ് മൂളുക. കണ്ടാ
മൂളടാ മൂളടാ മൈക്കൽ മൂള നീ. ആ മൂളുണ്ട്, കേക്കണടാ. ഇത് രണ്ട് ഇങ്ങനെ ഇങ്ങനെ നെക്കി നെക്കി കൊടുക്കുമ്പോ നല്ല മൂളുന്നുണ്ട്. അടിപൊളി കണ്ടാ. സാധനത്തിന് നോക്കി ഒന്ന് കാണിച്ചു കൊടുത്ത നന്നായിട്ട് വേണ്ട. കാരണം മഞ്ഞക്കൊരു കൈ അവിടെ മേത്തൊന്ന് വിട്ട് കഴിഞ്ഞാൽ കിടന്ന് ചാടുക കണ്ടാ. ഞാൻ മുള്ളിൽ ഇങ്ങനെ ഇറുക്കി പിടിച്ചേക്കണം കേട്ടാ. ഇല്ലെങ്കിൽ അവൻ ചാടിക്കഴിഞ്ഞാൽ റിട്ടേൺ കുത്തമ്മന്റെ കയ്യിൽ മുള്ളിരിക്കും. അങ്ങനെ സൂപ്പർ അല്ലേ? ഇതാണ് വെച്ചാൽ ഞങ്ങളുടെ അടുത്തുള്ള മഞ്ഞക്കൂരി, കരിങ്കൂരി എന്നൊക്കെ പറയും. നല്ല ടേസ്റ്റുള്ള മീനായിട്ട് അടിപൊളി. അതവിടെ കിടപ്പുണ്ട്. ഇതേ നമ്മൾ ഇവിടെ പിടിച്ചിട്ടാണെങ്കിൽ പറഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് ഗ്രിപ്പറിൽ ഇട്ട് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇതിനെ നമുക്ക് ഗ്രിപ്പറിലേക്ക് ഇട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് കാസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, കുത്തനുണ്ടല്ലോ. കൊത്തനുണ്ട് കേട്ടാ. ഓട് എന്താ എന്താ മീനുണ്ടെന്ന് തോന്നണത്. മീനുണ്ടാ അത്ര ലോങ്ങിൽ പൊങ്ങിക്കണെന്ന് ചിക്കിങ്ങോട്ട് ചരിച്ചോളൂ. അതിലില്ല, മീനില്ല. എന്നാ കൊത്തനുണ്ട്. ഉണ്ടറാ യെല്ലോ കൂരി. കുഞ്ഞുന് റെഡ് ഡ്രൈവ് ചെയ്യാൻ കൊടുക്കുന്നു. കുഞ്ഞുന് റെഡ് ഡ്രൈവിംഗ് കൊടുക്കുന്നു. കൈമാറിയിരിക്കുന്നു. ചുറ്റ് 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 അരികിലേക്ക് പോകണ്ട. ചുറ്റിയെടുക്കൂ. ചിക്ക് നല്ലോണം വളഞ്ഞിട്ടുണ്ടല്ലോ. മീനുണ്ടാ പോയാ? ഉണ്ടല്ലോ. സ്റ്റിക്ക് താത്ത് പൊക്കിയിട്. അതേ അടുത്ത വന്നിട്ടുണ്ട് മഞ്ഞക്കൂരി. അരികത്തേക്ക് കൊണ്ടുപോവാ. അത്രയും ചുറ്റരുത്, ഇച്ചിരി ലൂസ് ചെയ്തേ കാണിച്ചിട്ട്. മഞ്ഞക്കൂരി ഇവിടെ കൂരീനെ തീറ്റന്ന് വയറ് നിറഞ്ഞിരിക്കോട്ടെ. എന്റെ ഉയ്യോ ഉക്ക് അണ്ണൽ കൂടെ കയറി സൈഡിൽ കൂടെ വന്നിട്ടുണ്ട്. കണ്ട താഴത്തെ കൊടുത്തില്ലായിരുന്നു കേട്ടാ. ഇത് ലൂസ് ലൈൻ ലൂസ് ചെയ്യ്. പട്ടി പോയിക്കോട്ടെ അവിടുന്ന്. ഓക്കെ, അപ്പൊ അതെ ഗേസ് നമ്മുടെ മഞ്ഞക്കുരിയിൽ അടുത്തത് ഇതാണ് കരിങ്കൂരി എന്ന് പറഞ്ഞ സാധനം കേട്ടോ. രണ്ടിന്റെ തമ്മിൽ കളർ നമുക്ക് കണ്ടറിയാൻ പറ്റും. കൂരി ഏകദേശം ഒരേപോലെ തന്നെ ഇരിക്കണം കേട്ടോ. രണ്ടിന്റെ തമ്മിൽ കളർ നോക്കിയില്ലേ കണ്ട. ഇതിന്റെ ഒരു യെല്ലോ കളർന്ന കളറും ഇതിന്റെ നോക്കിയിട്ട് ഇച്ചിരി വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവനെ അഴിച്ചെടുത്തതിന്റെ മുള്ളൊക്കെ ചെത്തിയോടെ വെച്ചിട്ട് നമുക്ക് അടുത്ത കാസ്റ്റ് ചെയ്യാം. അപ്പൊ കുഞ്ഞുമാണ് റെഡ് ഡ്രൈവിങ്. ഓക്കെ കുഞ്ഞു. അതെ നെക്സ്റ്റ് കാസ്റ്റിങ്ങിന് ഇരയൊക്കെ കോർത്ത് നമ്മൾ സെറ്റ് ആക്കിയിട്ടിരിക്കണം കേട്ടോ. അപ്പൊ കുഞ്ഞുതേ ഇവിടെ കയറി നിൽക്കുവാണ്. കരയിൽ നിന്നിട്ടാണ് കാസ്റ്റിങ് ഞാൻ ചെയ്തേ. ഇതേ ലോങ് സ്റ്റിക്ക് ആയത് കാരണം ഇച്ചിരി പണി ഞാൻ കാസ്റ്റ് ചെയ്യാൻ. അപ്പൊ അതേ കാസ്റ്റ് ചെയ്യാൻ പോണേ, പിടിച്ചോളൂ. അപ്പൊ അതെ നെക്സ്റ്റ് കാസ്റ്റിങ്ങിന് ഇരയൊക്കെ കോർത്ത് നമ്മൾ സെറ്റ് ആക്കിയിട്ടിരിക്കണം കേട്ടോ. അപ്പൊ കുഞ്ഞുതേ ഇവിടെ കയറി നിൽക്കുവാണ്. കരയിൽ നിന്നിട്ടാണ് കാസ്റ്റിങ് ഞാൻ ചെയ്തേ. ഇതേ ലോങ് സ്റ്റിക്ക് ആയത് കാരണം ഇച്ചിരി പണി ഞാൻ കാസ്റ്റ് ചെയ്യാൻ. അപ്പൊ അതേ കാസ്റ്റ് ചെയ്യാൻ പോണേ, പിടിച്ചോളൂ. എന്നാണോ ഞാൻ ഇപ്പൊ വരൂ കേട്ടാ. ഇപ്പൊ തന്നെ കൊത്തും പിടിച്ചു. നിർത്തിട്ട് അവിടെ നിന്ന് വെയിലടിക്കണ്ട നന്നായിട്ട് നോക്കി നോളാം കേട്ടാ. ഹുക്കപ്പ് കൊടുക്കാനായിട്ടുള്ള സെറ്റപ്പിൽ നിന്നോളാം. കൊത്തനുണ്ടല്ലോ. എന്താണെങ്കിലും പിടിച്ചോ. ഹുക്കപ്പ് കൊടുക്കണം. കൊത്തുമ്പോ ഹുക്കപ്പ് കൊടുക്കണം. ഞാൻ ക്യാമറ മീനടിക്കുമ്പോ കൊടുത്തോളാം. ഞാൻ നോക്കൂല, ഞാൻ ക്യാമറയിലെ. അപ്പൊ ഈ കൊത്തുമ്പോ തന്നെ കൊടുക്കണത്. ഇല്ല ശ്രദ്ധിച്ച്. അതങ്ങനെ
ആ ഉക്കപ്പ് കൊടുത്തോണം കൊത്തുമ്പോ. അടിച്ച് മീൻ ഉണ്ടാന്ന് നോക്കണം. ആ കൊത്തണണ്ടാ? കൊത്തുമ്പോ ഉക്കപ്പ് കൊടുത്തോളാം കേട്ടാ. അടിച്ചാ ഉണ്ടാ? മീനടിച്ച് കുഞ്ഞിന് മീനടിച്ചിട്ടുണ്ട്. അടിച്ചടിച്ചടിച്ച് സ്റ്റിക്ക് വലിയുണ്ടല്ലോ. പതിയെ ചുറ്റിയാതി. അത് കറക്റ്റ് നോക്കണേ. അപ്പൊ എവിടെ ബ്രൈഡ് എവിടെ നിൽക്കണത്? ബ്രൈഡ് അവിടെ. ആ ബ്രൈഡ് ഇങ്ങോട്ട് ചായച്ചിട്. ഇങ്ങോട്ട് ചരിഞ്ഞിറങ്ങിക്കോ. നോക്ക് ഇങ്ങനെ താഴത്തേക്ക് ഇട് കേട്ടാ. അത് നിൽക്കാൻ മീൻ അടിച്ചിട്ടുണ്ട്. എവിടെ ബ്രൈഡ് ലൈനോട് എനിക്ക് കാണാൻ പറ്റില്ല. വിട്ടെ സ്റ്റിക്കിന്ന് വിട്ടെ. ബ്രൈഡ് അപ്പം അങ്ങോട്ട് താഴത്തോട് ഇട്. ആ ചുറ്റി. ഇനി സ്റ്റിക്ക് പൊക്കല്ലേ താത്തി പിടിച്ച് ചുറ്റി. ആ ഓക്കെ ചുറ്റിക്കോ താഴെ കൂടെ പോരും. പതിയെ ചുറ്റിയാൽ മതി, ധൃതി പിടിക്കണ്ട. ഒരു മീഡിയം സ്പീഡിൽ ചുറ്റിയാൽ മതി. ആ റെഡ് ഡ്രൈവിംഗ് പോയി. ആ തന്റെ ഹുക്കപ്പ് പോരാ. ആ പിടിച്ചോ. പവർ കൊടുക്കണം. അതേപോലെ കൊടക്ക് വരുമ്പോ നല്ല പവറിൽ ഹുക്കപ്പ് കൊടുത്തിട്ട് വലിക്കണം. പിടിച്ചിട്ടുണ്ടോ സംസാരിച്ചാൽ പോരുത്. അപ്പൊ കുഞ്ഞു ഇന്ന് ഒരു കൂലിനെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പൊ അടുത്തത് പിടിക്കാനായിട്ട് നിൽക്കുവാൻ അല്ലേ? എത്ര എണ്ണം പിടിക്കുന്നു? എനിക്ക് 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. തനിക്ക് എത്ര എണ്ണം കിട്ടും? എനിക്ക് ഒരു 2 എണ്ണം പിടിക്കുവാ. ഓക്കെ ആണോ? അപ്പൊ ഓക്കെ, നമുക്ക് നോക്കാട്ടാ. ആ അതുണ്ട് ഇവിടെ ഉണ്ടാത്. നല്ല പവറിൽ കൊടുത്തു. അടുത്ത അടിച്ചു മോനെ. സാധനം പെടാ പോയത്. അത് പോയിട്ടുണ്ടെന്ന് തോന്നുന്നത്. എന്താ അതുണ്ടല്ലോ കുഞ്ഞുവിന്റെ അടുത്ത മീൻ. ആ അത് പോന്നിട്ടില്ല. ഉണ്ട് സാധനമുണ്ട്. പൊങ്ങണില്ലല്ലോ താഴേന്ന്. മോനെ പൊളി സാധനം. അവിടെ കളി കല്ലിന് വലിച്ചുകൊണ്ടെന്ന് ഓടിച്ച് കയറ്റരുത്. കല്ലിൽ ഓടിച്ച് കയറ്റിയാലുണ്ടല്ലോ ബ്രൈഡ് കല്ല് മുട്ടി അപ്പ പൊട്ടിപ്പോ. വെള്ളക്കുരി അടുത്തത് എന്റെ വാച്ചിലടക്കി സ്റ്റിക്ക് വെക്കപ്പോഴേ. ഓക്കെ അപ്പൊ അടുത്ത നമ്മുടെ ചുണ്ടൻ, രണ്ടാമത്തെ വൈറ്റ് കൂരി കേട്ടാ. ഇതും നമ്മൾ ആദ്യം കിട്ടിയ മോഡൽ തന്നെയാണ്. ചുണ്ട് കൂർത്തതല്ല, ഓവൽ ഷേപ്പിൽ വരുന്ന മോഡല്. ആ ചുണ്ടൻകൂരി മുക്കൻകൂരി എന്ന് പറയണം അല്ലേ? ഇതിന് ചുണ്ടിന്ന് കൊത്തൂരിപ്പോന്ന് കണ്ട. തീറ്റ വായിൽ വെറുതെ ഇരിക്കുന്നത്. ഹുക്കപ്പ് ചെറിയ സ്പോട്ടിൽ ഉണ്ടാകുന്നത്, അത് ഊരിപ്പോന്നിട്ടുണ്ട്. അപ്പൊ അതെ ഇന്നത്തെ ഫിഷർമാനില് രണ്ടാമത്തെ മീൻ അടിച്ചിരിക്കുന്നത് കുഞ്ഞു. അപ്പൊ അച്ചക്ക 2, കുഞ്ഞിന് 2. ഈക്കിളി. ആ 2 എണ്ണം പിടിക്കുന്നു ഇപ്പൊ കുഞ്ഞു പറഞ്ഞല്ലോ. അപ്പൊ തന്നെ 2 എണ്ണം കിട്ടി. അപ്പൊ ഇവനെ നമുക്ക് മുള്ളു കട്ടിയത് അങ്ങോട്ട് എടുത്ത് ഇടാട്ടാ. ഓക്കെ സൗണ്ട് ഒക്കെ കേൾപ്പിക്കുന്നുണ്ട് എന്താ? നല്ല അടിപൊളി സാധനം. ഇന്ന് കുഞ്ഞുവിന്റെ രണ്ടാമത്തെ മീനാണ് ഇന്ന് അല്ല കുഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഇത് ആദ്യമായിട്ട് മീൻ പിടിക്കാൻ പറ്റണം. അപ്പൊ ഇന്ന് കുഞ്ഞിന്റെ രണ്ടാമത്തെ മീൻ. ഓക്കെ അപ്പൊ അതെ കിട്ടിയേക്കുന്ന കൂരിനൊക്കെ ഉണ്ടല്ലോ, നല്ല അടിപൊളി കൂരിയാട്ടെ. ഓക്കെ നൈസ് ഷോട്ട്. കൊടുത്താ ഷൂട്ടാണോ? അപ്പൊ അച്ഛൻ പറഞ്ഞത് ചൂണ്ടടക്കിട്ടുണ്ട് കേട്ടാ. മിക്കവാറും ഇവിടെ കൊളുത്ത് പൊട്ടിപ്പോൻ ചാൻസ് ഉണ്ട്. മഞ്ഞണ്ടറ അവിടെ നിന്ന് വിട്ട് ഇച്ചിരി ഇങ്ങോട്ട് വിട്ട് പോകുന്നു. അവിടെ നിന്ന് വലിയുടെ വീസം കണ്ണി പൊട്ടി വന്നിട്ടുണ്ട്. അയ്യോ നല്ല വെയിറ്റ് പിടിക്കുന്നുണ്ട്. എന്ത് സാധനം അറിയാമല്ലോ. എന്താണെങ്കിലും താഴത്തുനിന്ന് പൊങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വലിച്ചു പോക്കാം. സ്റ്റിക്ക് വെയിറ്റ് പിടിക്കാൻ നോക്കട്ടെ അത്രേ. അയ്യോ പൊങ്ങി, വെള്ളത്തടിന്ന് പൊങ്ങി. എന്ത് മീനാടാ? സ്റ്റിക്ക് പൊങ്ങലുണ്ട്. അങ്ങോട്ട് ഒഴുക്കും കൂടി ആയത് കാരണേ നല്ല ചൂണ്ട പിടിക്കുന്നത്. എന്റെ അമ്മ അവിടെ ചെന്ന് കിട്ടാൻ ബാക്കി. പൊങ്ങി
വല കണ്ടാ വലയുടെ പീസ് ആയിരുന്നല്ലോ മുന്നേ അതേടാ വല വല കണ്ടാ ഇത്ര വല ഒഴുക്കി കിടന്ന് പിടിച്ചിട്ട് വലിച്ചിട്ട് പൊങ്ങണില്ലായിരുന്നു ചെളിയുടെ അടിയിൽ നിന്ന് വല പോകുന്നത് മൊത്തം കണ്ടാ കൊളുത്തൊരെണ്ണം പൊട്ടിപ്പോയി എന്നാ കൊളുത്തൊരെണ്ണം പൊട്ടി വലയുടെ ഉടക്കിരിപ്പുണ്ട് ഒരെണ്ണം പൊട്ടിപ്പോന്നപ്പോഴാണ് ആദ്യത്തെ ടെക് എന്ന് വിട്ടു പോകുന്നത് കണ്ടാ ആ പൊട്ടിപ്പോന്നത് ഇതേ വലയുടെ അകത്ത് കുടുങ്ങി കിടക്കണത് ഇതൊക്കെ കാണണ്ട വല ഇത്രയും വലിയ വല വീണിട്ട് എന്റെ ദൈവം എന്ത് വെയിറ്റാണ് കൈ മുറിയാറായതുപോലെ ഇപ്പൊ നമ്മുടെ ഒരു കൊളുത്ത് കെട്ടഴിഞ്ഞത് ഇവിടെ വന്ന് കിടപ്പുണ്ട് കണ്ട ഈ കൊളുത്ത് നമുക്ക് രണ്ടാമത് കെട്ടണം അപ്പൊ ഗൈസ് ഇതേ നമ്മൾ വീഡിയോ അതിന്റെ ഒപ്പം വേണം കാരണം ലൈറ്റിംഗ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ മീൻ അടിച്ചാല് രണ്ടെണ്ണം എനിക്കും കിട്ടി രണ്ടെണ്ണം കുഞ്ഞിനും കിട്ടി എന്തോ അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു മീൻ അടിച്ചാ ഉടക്കിയതായിരുന്നാ പോന്നാ വീഡിയോ അതിന്റെ ഒപ്പം ഞാൻ ഇപ്പൊ തന്നെ കുഞ്ഞിന് എന്തോ അടിച്ചെന്നാ ഞാൻ ഓർത്താട്ടെ ഓക്കെ ഗൈസ് നമ്മൾ വീഡിയോ അതിന്റെ ഒപ്പം അതിന് താമസിക്കില്ല കാരണം എന്താ ലൈറ്റിംഗ് കുറഞ്ഞ് സൂര്യൻ അസ്തമിച്ച് തുടങ്ങി അപ്പൊ ഇനി എന്തായാലും കിട്ടിയ മീനെല്ലാം ഒന്ന് കാണിച്ചു തരാട്ടെ ഞാൻ എന്തായാലും കുറച്ചു നേരം കൂടെ നമ്മൾ നോക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എന്തായാലും ക്യാമറ ഇപ്പൊ നമ്മൾ ഓഫ് ചെയ്യണം കുറച്ചു നേരം കൂടെ നമ്മൾ നോക്കും എന്തെങ്കിലും മീൻ കിട്ടിയാണെങ്കിൽ അതുകൂടെ നമുക്ക് ലാസ്റ്റ് ഫുള്ള് മീനെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഓക്കെ ഫുള്ള് മേളിൽ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഓക്കെ അതെ ഇപ്പോൾ ഇട്ട് വലിച്ചു വന്നാലും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഇനി കുറച്ചു നേരം കൂടെ നോക്കാം ഇനി കുഞ്ഞുവിടണ്ട കുഞ്ഞോടെ നിന്നാൽ ഇപ്പൊ ജസ്റ്റ് ഇട്ടോളാം അപ്പൊ നമ്മൾ ബെൻസും BMW തമ്മിലുള്ള മത്സരമായിരുന്നു ബെൻസും BMW അപ്പൊ ആർക്കാ കൂടുതൽ മീൻ കിട്ടിയെന്ന് കൂടുതൽ മീൻ കിട്ടിയത് ആർക്കാണെന്ന് BMW രണ്ടെണ്ണം ചുണ്ടൻകുരി നമ്മുടെ വൈറ്റ് എനിക്ക് മറ്റേ രണ്ടും എനിക്ക് വേറെ സൈസ് കിട്ടിയ അല്ലേ അപ്പൊ ഓക്കെ ഗൈസ് അപ്പൊ കുഞ്ഞുന്റെ ഇന്നത്തെ ആദ്യത്തെ ഫിഷിംഗ് ഒക്കെ ആയിരുന്നു അപ്പൊ നിങ്ങൾ ആ ഫിഷിംഗ് ഒക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കുഞ്ഞാ അങ്ങനെ ഗൈസ് അടുത്ത മീൻ അടിച്ചിരിക്കുന്നു കുഞ്ഞുവിന് അടിപൊളി ദാനം ഓ വലിച്ചെടു ഞങ്ങൾ ഫിഷിംഗ് നിർത്താൻ പോയ സമയമായിരുന്നു കേട്ടോ ആ സമയത്താണ് കുഞ്ഞിനെ അടിച്ചിരിക്കുന്നതിന് പതിയെ സ്റ്റിക്ക് നേരെ പിടിക്ക് പതിയെ ചുറ്റെടുത്താൽ താഴത്ത് മുട്ടിക്കണ്ട പൊക്കെടുത്തോ ഓ മേത്ത് കൊള്ളരുത് മഞ്ഞക്കൂരി എവിടെ എന്റെ പള്ളി അടിപൊളി സാധനം പെട്ടക്കണ സാധനം അടിപൊളി മഞ്ഞക്കൂരി അങ്ങനെ അടുത്തത് കിട്ടിയിട്ടുണ്ട് നല്ല സൂപ്പർ കൂരി ഇതേ മൂളുന്നുണ്ട് കേട്ടോ കിടന്നുണ്ട് നൈസ് അപ്പൊ അതെ ഇന്നത്തെ ഫിഷർമാല ഏറ്റവും കൂടുതൽ മീൻ കിട്ടിയത് ആർക്കാണ് കുഞ്ഞപ്പനാണ് കിട്ടിയിരിക്കുന്നത് അടിപൊളി മച്ചാൻ പറഞ്ഞേ അടുത്തത് കയറിയിട്ടുണ്ട് കേട്ടാ എന്തായാലും കുഞ്ഞു അതിനെ വലിച്ചെടുക്കുന്നുണ്ട് അടിപൊളി എങ്ങനെയുണ്ടോ കുഞ്ഞാ സ്റ്റിക്ക് താത്തിപ്പിടി വളർത്തടിയിലേക്ക് പോകും സ്റ്റിക്ക് ഇങ്ങോട്ട് ചരിച്ചോടി വിറക്കണണ്ടാ വളയെന്ന് വെച്ചാൽ വലിയ കൂരിയാണെന്ന് തോന്നണത് മഞ്ഞക്കൂരി ആവാനാ ചാൻസ് അവന്റെ കൊത്ത് കണ്ടിട്ട് മഞ്ഞക്കൂരിയുടെ കൊത്തായിരുന്നു നോക്കട്ടെ പൊക്കെടുത്തു പതിയെ അധികത്ത് കൊണ്ടുവന്ന് വെള്ളത്തിൽ കൊണ്ടുവന്ന് നിർത്തണം കേട്ടോ വെള്ളത്തിൽ നിന്ന് പൊക്കരുതേ ഇത് മഞ്ഞക്കൂരി അല്ല കേട്ടാ ഇത് നമ്മുടെ മറ്റേ ഇത് മുക്കൻകുരി വെള്ള അരികത്തൊക്കെ അടിപ്പിക്കതേ അങ്ങോട്ട് പോണി ചൂണ്ട താൻ ഈ ഇത്ര പറ്റ വരെ ചുറ്റരുത് കേട്ടാ സ്റ്റിക്ക് ഒടിഞ്ഞു പോകും നീളം കൂടിയ സ്റ്റിക്കാണ് നമുക്കപ്പ ലൈൻ അഴിച്ചു വിട് സ്റ്റിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് അഴിക്കാനായിട്ട് വലിക്കുമ്പോൾ സ്റ്റിക്ക് ഒടിഞ്ഞു പോകും പൊട്ടിക്കും അപ്പോൾ അതെ ചെറിയ കൂരിയാണ് അധികം വലുതല്ല എന്നാൽ നമ്മൾ കറി വെക്കാൻ വേണ്ടി പിടിക്കാന്നാണ് അപ്പം നമുക്ക് എടുക്കാൻ കൂരീനെ അത്യാവശ്യം ഒരു കറിക്കാകും എല്ലാം കൂടെ കൂടുമ്പോൾ ഒരു കറിക്കാകും അതെ ഏറ്റവും താഴത്തെ കുളത്തിൽ തന്നെയാണ് വീണിരിക്കുന്നത് അപ്പോൾ അതെ നമ്മുടെ ഫിഷർമാൻ കുഞ്ഞു കിട്ടി മോനെ കിട്ടി വലുതാണാടാ സ്റ്റിക്ക് വളയുണ്ടല്ലോ നല്ലതായിട്ട് ഈ വള്ളത്തിന്റെ സൈഡിലേക്ക് കൊണ്ട് സ്റ്റിക്ക് ഇങ്ങോട്ട് പിടി അങ്ങനെ പിടി ചുറ്റിക്ക് വേഗം ചുറ്റിക്ക് ഈ വെള്ളത്തിൽ നിന്ന് ബ്രൈഡ് വരുന്നത് കാണാൻ നന്നായിട്ട് പൊങ്ങിയ മീനില്ലല്ലോ ചെറുതാണെന്ന് തോന്നണല്ലേ അത് ഒഴുക്കിന്റെ ആയിരിക്കും ബലം പിടിക്കണത് ഇനി പൊക്കിയ സ്റ്റിക്ക് പൊക്കിയ മഞ്ഞക്കൂരി അടുത്ത മഞ്ഞക്കൂരി അടിപൊളി മഞ്ഞക്കൂരി പെട്ടെന്നുള്ള കൊത്തായിരിക്കും അടിപൊളി എന്തായാലും നമുക്ക് ഇതിവിടെ കൊണ്ട് നിർത്താം കേട്ടാ എന്തായാലും നമ്മൾ നിർത്താനായിട്ട് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ വീണ്ടും വീഡിയോ എടുത്തേ കാരണം ലൈറ്റിങ് ഇച്ചിരി കുറഞ്ഞു പോയതാണ് പക്ഷെ എന്തായാലും വലിയ കുഴപ്പമില്ലാണ്ടാ ഇരുട്ടായിപ്പോയി എന്തായാലും നമ്മുടെ ഫിഷർമാൻ കുഞ്ഞു ഓക്കെ എത്രാമത്തെ കുഞ്ഞുവിൻ്റെ അഞ്ചാമത്തത് അപ്പം 5 എണ്ണം കുഞ്ഞിന് കിട്ടി അല്ലേ അപ്പം ഇന്ന് ബെൻസാണ് ജയിച്ചത് BMW ആണോ ജയിച്ചത് BMW ആണ് ജയിച്ചേട്ടാ ബെൻസ് തോറ്റത് ഓക്കെ അപ്പം ഇതുകൊണ്ട് നമുക്ക് നിർത്താം കേട്ടാ
അപ്പോൾ അതെ കുഞ്ഞുൻ്റെ ഇന്ന് ആദ്യത്തെ ഫിഷിംഗ് ആയിരുന്നു. നമ്മൾ ഫിഷിങ്ങിന് ഇഷ്ടം പോലെ വന്നിട്ടുണ്ടെങ്കിലും കുഞ്ഞുന്ന് ആദ്യമായിട്ടാണ് ചൂണ്ടിട്ട് ആദ്യമായിട്ട് മീൻ പിടിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണം എന്ന് പറഞ്ഞേക്ക്. ആ അപ്പോൾ ഓക്കെ മച്ചാമാരെ നമ്മൾ പിടിച്ച മീനൊന്ന് കാണിച്ചു തരാമോ. അപ്പോൾ നമ്മൾ ഫിഷിംഗ് നിർത്തിയൊക്കെ നമുക്ക് കിട്ടിയിരിക്കുന്ന മീൻ നോക്കിയത് 3 വെള്ളക്കൂരി ഉണ്ട് കേട്ടോ. വെള്ളക്കൂരി ചുണ്ടൻ കൂരി എന്നൊക്കെ പറയും, നമ്മൾ മുക്കൻ കൂരി. അതെ അതൊക്കെ മഞ്ഞക്കൂരിയാണ് കൂടുതൽ കിട്ടിയിരിക്കുന്നത്. മഞ്ഞക്കൂരിക്കാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. ഇതിൽ ഏറ്റവും വലുത് കുഞ്ഞു ആദ്യം പിടിച്ച മീനാണ് ഏറ്റവും വലുത് കേട്ടോ. ഇതിൽ എല്ലാം നമുക്ക് ലാസ്റ്റ് കിട്ടിയ മീനുകളാണ്. ഇതാണ് നമുക്ക് ആദ്യത്തെ കിട്ടിയ 3 അതിൻ്റെ ഇടയ്ക്ക് 2 ഇവന്മാരെ കിട്ടി. ഇത് നമ്മുടെ മഞ്ഞക്കൂരി ഏറ്റവും കൂടുതൽ ടേസ്റ്റും ഏറ്റവും കൂടുതൽ ഡിമാൻഡുമാണ് കേട്ടോ. ഓക്കെ വീഡിയോ എവിടെ ഇരിക്കണ ക്യാമറ? ആ ഓക്കെ. അപ്പോൾ നമുക്ക് ഇവനെ കിറ്റിലേക്ക് വരക്കണം, മണ്ണിൽ കിടന്ന് പെരുണ്ടു പോകില്ലേ. ഓക്കെ ഞങ്ങളൊരു വീഡിയോ എടുക്കാറിങ്ങിയത്. അപ്പൊ കുഞ്ഞുന് എന്തോ പറയാണ്ടെന്ന് പറയാണ്. എനിക്ക് ആദ്യത്തെ ചൂണ്ടല് പിന്നെ തവളയ്ക്കും പിന്നെ ആമേനൊക്കെ കിട്ടണം. കാടിൽ നിന്നും ഒന്നും കിട്ടൂല. ആദ്യമായിട്ട് എനിക്ക് കൂലിന്ന് കണ്ടൊന്നും കിട്ടണം. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും വീഡിയോ അതിന്റെ ഒപ്പം കേട്ടോ. അപ്പൊ കുഞ്ഞുന്റെ ആദ്യത്തെ മീനടിയുടെ വീഡിയോയും കൂടിയാണ്. മീനിന്റെ ആദ്യമായിട്ട് കിട്ടുന്ന കുഞ്ഞിന്. അപ്പൊ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.